വെൽക്കം ബാക്ക് ടു SVG അക്കാദമി. നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷൻ പഠിച്ചു, റൈറ്റ് ഫംഗ്ഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡ് ഫംഗ്ഷനാണ്. അതായത് ലെഫ്റ്റിൽ നിന്നൊരു ഡാറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും റൈറ്റിൽ നിന്നൊരു ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും അല്ല ഒരു ഡാറ്റ സെറ്റിൽ ഒരു 10 ലൈൻസ് ഉണ്ട്. ഈ 10 ലൈൻസിൽ നിന്ന് ഇടയിലൊരു ഡാറ്റ നമുക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക, നമുക്ക് ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നതിന് പകരം എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കേസിൽ ഞാൻ 2 മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഫംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് സെലക്ട് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് 10 ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, 10 കൊടുത്തു. ഫസ്റ്റിലത്തെ മൊബൈൽ നമ്പർ വന്നു. റൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് കൊടുത്തു. റൈറ്റിൽ നിന്ന് ഉള്ള 11 ലെറ്റേഴ്സിന് നമ്മൾ 11 ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു, 11 കൊടുത്തു. ലാൻഡ് ലൈൻ നമ്പർ വന്നു അല്ലേ. അപ്പോൾ ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റ് സൈഡിലെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു, അതിൻ്റെ കൗണ്ട് കൊടുക്കണം. റൈറ്റ് കൊടുത്തു, റൈറ്റിലെ കൗണ്ട് കൊടുത്തു, അതിൻ്റെ ക്യാരക്ടർ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യണം കൊടുത്തു, റൈറ്റ് വന്നു. അപ്പോൾ മിഡിലുള്ള നമ്പർ എങ്ങനെ എടുക്കും അല്ലേ. 99, 88, 77, 66, 55 ഇതിന് നമ്മൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യും? അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ മിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. മിഡ് MID മിഡ് ഫംഗ്ഷനിൽ മറ്റേ ഫംഗ്ഷനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് മിഡ് ഫംഗ്ഷനിൽ ചോദിക്കുന്നത് ഏത് ഡാറ്റയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ഇനി നോക്കൂ, സ്റ്റാർട്ടിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് നമ്പർ അതായത് എത്ര നമ്പറിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന മിഡിലെ ഡാറ്റയാണ്. മിഡിലെ ഡാറ്റ ആയതുകൊണ്ട് എക്സൽ നമ്മളോട് ചോദിക്കുന്നു സ്റ്റാർട്ടിംഗ് നമ്പർ എവിടെയാണ്, എത്ര നമ്പർ എനിക്ക് മുൻപുള്ള ലെഫ്റ്റിലുള്ള എത്ര ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് നമ്പർ. ഇപ്പോൾ 93499 എന്ന് പറയുന്ന ആദ്യത്തെ മൊബൈൽ നമ്പർ 10 ക്യാരക്ടർ ഉണ്ട്, അത് കഴിഞ്ഞൊരു കോമയുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായി? 11 ക്യാരക്ടറായി. 11 ക്യാരക്ടർ കഴിഞ്ഞിട്ട് 12ാമത്തെ ക്യാരക്ടറാണ് സ്റ്റാർട്ടിംഗ് നമ്പർ അല്ലേ. അവിടെ നിന്നല്ലേ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. 99 എന്ന് പറയുന്നതാണ്, അത് 12ാമത്തെ ക്യാരക്ടറാണ്. ആദ്യത്തെ 9 എന്ന് പറയുന്നത് 12ാമത്തെ ക്യാരക്ടറാണ്. സോ ദി സ്റ്റാർട്ടിംഗ് നമ്പർ വിൽ ബി 12 സ്റ്റാർട്ടഡ് ഫ്രം 12th ക്യാരക്ടർ കോമ. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സാണ്. ഇനി എത്ര ക്യാരക്ടറാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ മൊബൈൽ നമ്പർ എത്ര അക്കൗണ്ട്, എത്ര ഡിജിറ്റ് ഉണ്ട്, എത്ര സ്റ്റാർ ഉണ്ട്, എത്ര ക്യാരക്ടർ ഉണ്ട്, 10 ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ 10 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, 99, 88, 77, 66, 55. രണ്ടാമത്തെ കേസിൽ ഇമെയിൽ : ഇമെയിൽ ID ഉണ്ട്. എനിക്കിതിൽ നിന്നും സാബു എന്ന് പറയുന്ന പേര് മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ മിഡ് കൊടുക്കുക, ഡാറ്റ സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കുക. അതായത് എത്ര ക്യാരക്ടർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര ക്യാരക്ടർ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങേണ്ടത് സ്റ്റാർട്ടിംഗ് നമ്പർ. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നതിൽ 5 ക്യാരക്ടർ ഉണ്ട്, ഒരു കോളിനുണ്ട് 6 ക്യാരക്ടർ ഉണ്ട്, ദെൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ ക്യാരക്ടറായി കണക്കാക്കണം. ഓരോ സ്പേസും ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇമെയിലിൽ 5 ക്യാരക്ടർ, ഒരു കോളൻ 6 ക്യാരക്ടർ, ഒരു സ്പേസ് 7 ക്യാരക്ടർ. 8ാമത്തെ ക്യാരക്ടറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 8 കൊടുക്കുക അല്ലേ. 8ാമത്തെ ക്യാരക്ടറാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് നമ്പർ. അടുത്ത് ചോദിക്കുന്നത് എത്ര ക്യാരക്ടറാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട 4 ക്യാരക്ടറാണ്. SABU എന്നുള്ള 4 ക്യാരക്ടറാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ അതുമാത്രം എക്സ്ട്രാക്ട് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ എന്ത് മാറ്റിക്കഴിഞ്ഞാലും അവിടെ മാറും. ഓക്കെ അല്ലേ. മൂന്നാമത്തെ കേസിൽ എറണാകുളം ഡിസ്ട്രിക്റ്റ്, ആലുവ, കേരള എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ആലുവ എന്ന് പറയുന്ന പ്ലേസാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ മിഡ് ഡാറ്റ സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, സ്റ്റാർട്ടിംഗ് നമ്പർ നോക്കുക. എറണാകുളം എന്ന് പറയുന്നത് എത്ര ക്യാരക്ടർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. എറണാകുളം എന്ന് പറയുന്നതിൽ 9 ക്യാരക്ടർ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, 10 ക്യാരക്ടറായി. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് എത്ര ക്യാരക്ടർ ഉണ്ട്?
1 2 3 4 5 6 7 8 ക്യാരക്ടർ ഉണ്ട്. സോ 10ഉം 8ഉം 18ആയി. ഒരു കോമയുണ്ട്, 19ആയി. അപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് 19 കഴിഞ്ഞ് 20ാമത്തെ ക്യാരക്ടറാണ് ആലുവയുടെ എ. അപ്പോൾ 20 കൊടുക്കുക, സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുത്തു. ഇനി എത്ര ക്യാരക്ടറാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? ആലുവ എന്ന് പറയുന്നതിൽ 5 ക്യാരക്ടർ ഉണ്ട്. 5 ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യുക, 5 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നൗ ഇറ്റ് ഈസ് ആലുവ. ആലുവ മാറ്റിയിട്ട് കണ്ടോ, പാല എന്നാക്കി കഴിഞ്ഞാൽ പാല എന്ന് വന്നു. 5 ക്യാരക്ടർ കൊടുത്തതുകൊണ്ട് കോമ അതിൻ്റെ കൂടെ വന്നു. 5നെ 4ആക്കി കഴിഞ്ഞാൽ പാല മാത്രം വരും. അപ്പോൾ ഇതാണ് മിഡ് ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മളുടെ ഡെയിലി ഉള്ള വളരെയേറെ ഉപയോഗപ്രദമായ ഫങ്ഷൻസാണ്, ലെഫ്റ്റ് റൈറ്റ് മിഡിലൊക്കെ. കാരണം നമുക്ക് കിട്ടുന്ന ഡാറ്റകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല എങ്കിൽ, അതിൽ നിന്ന് ചില ഡാറ്റകൾ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എക്സൽ അറിയാത്തവരെന്ത് ചെയ്യും? അതിനെ ഇരുന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കും. പുതുതായിട്ട് ടൈപ്പ് ചെയ്തുണ്ടാക്കും. ഇപ്പോൾ എക്സൽ അറിയാവുന്ന ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കും. അതായത് ഓരോ സ്ഥലത്തും എന്താണോ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്, ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റയെ നമ്മൾക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള മൾട്ടിപ്പിൾ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനൊന്നുമല്ല അപ്ലൈ ചെയ്യുന്നത്, ഒരേ ഷീറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഡാറ്റ കൊണ്ടുവരും. അപ്പം എല്ലാ ഫംഗ്ഷൻസ് പഠിക്കുക, ഏത് ഫംഗ്ഷൻ എവിടെ ഉപയോഗിക്കണോ അവിടെ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ 3 കേസിൽ നമുക്ക് 3 ഫംഗ്ഷൻ ഉപയോഗിക്കാം അല്ലേ? എന്താണോ അതിന് ആപ്റ്റായ ഫംഗ്ഷൻ അത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എക്സലിൻ്റെ ചെറിയ ഫംഗ്ഷൻസ് വലിയ ഉപകാരങ്ങളുള്ളത് പഠിച്ചു വയ്ക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.